കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടന്നു. വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിയ കുറുമാത്തൂരില്ലത്തെ മുതിർന്ന കാരണവർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. രോഹിണി ആരാധനയോടനുബന്ധിച്ചാണ് കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിയ കുറുമാത്തൂരില്ലത്തെ മുതിർന്ന കാരണവർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ശീവേലിക്ക് മുന്നോടിയായി ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. ദക്ഷനാൽ അപമാനിതയായി യാഗാഗ്നിയിൽ സതീദേവി എരിഞ്ഞടങ്ങിയതറിഞ്ഞ് ഉഗ്രകോപിയായ ശിവനെ വിഷ്ണു ഭഗവാൻ ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിച്ചതിന്റെ അനുസ്മരണമായാണ് ഈ ചടങ്ങ് നടത്തുന്നത്. രോഹിണി ആരാധനയ്ക്ക് തലേന്ന് ശനിയാഴ്ച മണത്തണ ഗോപുരത്തിലെത്തിയ നായകൻ സ്ഥാനികൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ മണത്തണ ആക്കൽ തറവാട്ടിലേക്ക് ആചാരപൂർവ്വം സ്വീകരിച്ചു. ഞായറാഴ്ച രാവിലെ കുണ്ടയൻ ക്ഷേത്രത്തിലെത്തിയ സ്ഥാനികൻ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിലെത്തിയത്. കൊട്ടിയൂരിലെത്തിയ സ്ഥാനികനെ തേടൻ വാര്യരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചാനയിച്ചു. ആക്കൽ കയ്യാലയിലെ വിശ്രമത്തിന് ശേഷം പുഷ്പാഞ്ജലിക്ക് സമയമായതോടെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് മുഖമണ്ഡപത്തിലെത്തി. ഉഷാകാമ്പ്രം കൈപിടിച്ച് മണിത്തറയിൽ കയറ്റിയിരുത്തി. മണിത്തറയിൽ പനയൂരും താഴെ പാലക്കുന്നം നമ്പൂതിരിയും കുറുമാത്തൂരിന് പരികർമ്മികളായി ഉണ്ടായി. കുറുമാത്തൂർ തറയിൽ കയറിയതോടെ വാദ്യക്കാർ ദ്രുതഗതിയിൽ വാദ്യങ്ങൾ മുഴക്കി. തുളസിക്കതിരും ജലവും ഉപയോഗിച്ചുള്ള പൂജയ്ക്ക് ശേഷമാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. പുഷ്പാഞ്ജലി കഴിഞ്ഞ് കുറുമാത്തൂർ തറയിൽ നിന്ന് ഇറങ്ങുന്നതുവരെ വാദ്യം തുടർന്നു. ഒടുവിൽ ഭണ്ഡാരം പെരുക്കി തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം ചെയ്തു. പ്രസാദവും വാങ്ങിയാണ് കുറുമാത്തൂർ സ്ഥാനികൻ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.